ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണം ഷോപ്പിംഗ് ചെയ്താലോ. അപ്പോൾ ഞാനും അനിയനും അനിയറ്റും അമ്മയും ഒക്കെയാണ് ഷോപ്പിങ്ങിന് പോയത്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷോപ്പിങ്ങിന് പോകണമെന്ന് വിചാരിച്ച് പോയതല്ല, പെട്ടെന്നാണ് നമുക്ക് എന്നാലേ പായസത്തിൻ്റെ സാധനമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബേബി ഹൈപ്പർ മാർക്കറ്റിൽ പോയത്. അവിടെ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രം നമ്മൾ മൂന്നാളും കാണാൻ ഓരോന്ന് നോക്കി വെച്ച് അങ്ങനെ എടുക്കാൻ തുടങ്ങി. പിന്നെ അമ്മയും അങ്ങനെ തന്നെയായി. പിന്നെ അവിടെ ഏതാ എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. നമ്മൾ മേലത്തെ ഫ്ലോറിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ ഐറ്റംസൊക്കെ നോക്കി. അമ്മയാണെങ്കിൽ നമ്മളോട് പോകാം, നിങ്ങൾക്ക് ഓരോന്ന് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചപ്പാടാക്കാൻ തുടങ്ങി. പക്ഷെ നമ്മളിങ്ങനെ എല്ലാം മാക്സിമം അങ്ങനെ നമ്മൾ കരിമ്പൻ തോട്ടത്തിൽ ആന കയറിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് സമയം നോക്കി അതിൽ പറ്റുന്ന സാധനമൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. കുറച്ച് സാധനം ഞാനും പിടിച്ചു, കുറച്ച് സാധനം എൻ്റെ അനിയത്തിയും പിടിച്ചു. വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പിടിച്ച് നമ്മൾ നേരെ നമ്മളെ ഷോപ്പിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ള നോക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഓരോരോ സാധനം കഴിക്കേണ്ടിയിട്ട് നിന്നു. അങ്ങനെ നമ്മൾ യോഗേർട്ട് വാങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറിൻ്റെ അടിപൊളി യോഗേർട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാംഗോൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാനും കൂട്ടി ഒരു യോഗേർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, മൾബറീൻ്റെ ഫ്ലേവറായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, നമുക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ സ്ട്രോബെറി അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഫേസ് മാസ്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കഴിക്കേണ്ട ഐറ്റംസ് ആയിരുന്നു. പിന്നെ നമ്മൾ കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പുതിയ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറും പിന്നെ വെള്ളിയപ്പത്തിൻ്റെ ഒരു പാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പാനും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം വാങ്ങി എല്ലാം നമ്മളെടുത്ത് വെച്ച് അതിന് ശേഷം നമുക്ക് ബില്ല് കണ്ടിട്ട് നമുക്ക് തന്നെ ക്ഷീണമായി. കാരണം പായസത്തിൻ്റെ സാധനം വാങ്ങാൻ പോയ നമ്മളാണ്, പക്ഷേ ഇത്രയും സാധനം വാങ്ങിയിട്ട് കഴിഞ്ഞ് വന്ന്. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചു, ഉഴുന്ന് വടയാണ് കഴിച്ചത്. അതിന് ശേഷം കൂത്തുപറമ്പിൽ ഒരു മേള വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയി പൂക്കളൊക്കെ വാങ്ങി.